തെറ്റായ ജീവിത രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ ഗർഭത്തിൻ്റെ ഉത്തരവാദി ഈ മക്കാരിയൂസ് എന്ന് പറയുന്ന ഈ വിശുദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചു. നാട്ടുകാർ അങ്ങേയറ്റം മക്കാരിയൂസിനെ മർദ്ദിക്കാനും അസ്വസ്ഥപ്പെടുത്താനും മാനസികമായിട്ടും അദ്ദേഹം തളർന്നുപോയി. അദ്ദേഹത്തെ പീഡിപ്പിക്കാനൊക്കെ ആളുകൾ തുടങ്ങി. പക്ഷെ എന്നിട്ടും അദ്ദേഹം തിരിച്ചതിന് എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പരിശ്രമിച്ചില്ല. ആ വേദനകളെല്ലാം സ്വീകരിച്ച് ദൈവത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഗർഭിണിയായ സ്ത്രീ, ഇവളുടെ പ്രസവ സമയം എത്തി. പക്ഷേ ഇവള് പ്രസവിക്കുന്നില്ല. പ്രസവ വേദന ശക്തമാകുന്നു, പക്ഷെ പ്രസവിക്കാൻ പറ്റുന്നില്ല. ആ വേദനയിൽ അങ്ങേറ്റം അസ്വസ്ഥപ്പെടുക. പ്രസവിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവള് തന്നെ മക്കാരിയൂസിന്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞ് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ്, എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉത്തരവാദി മക്കാരിയൂസ് അല്ലെന്ന്. എന്നിട്ട് മക്കാരിയൂസിന്റെ നിരപരാധിത്വം ലോകം മുഴുവൻ അറിഞ്ഞു. പക്ഷെ അറിഞ്ഞിട്ടും അതിൻ്റെ പേരിൽ പിന്നീട് അദ്ദേഹം കൊട്ടിഘോഷിക്കാനൊന്നും പോണില്ല. വീണ്ടും അതുപോലെ തന്നെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ അദ്ദേഹം ജീവിക്കുകയാണ്. ഒരു പ്രതിസന്ധി ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും അദ്ദേഹം ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടേയിരുന്നു. ഒരു തെറ്റ് നമ്മുടെ പുറത്തേക്ക് ചാർത്തി വെച്ചാൽ പിന്നെ എല്ലാ തെറ്റുകളും ഒരുപക്ഷെ നമ്മുടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഇതാ, നമ്മളെ മറ്റുള്ളവർ എതിർക്കുമ്പോൾ, അന്യായമായി പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കാതെ, നിരാശപ്പെട്ടിരിക്കാതെ, ഇത്രയും നന്നായിട്ട് ജീവിച്ചിട്ട്, ഇത്രയും ദൈവത്തോട് ചേർന്നിരുന്നിട്ട്, ഇത്രയും കുദാശയൊക്കെ അർപ്പിച്ചിട്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു, എല്ലാവരും എനിക്കെതിരെ സംസാരിക്കുന്നു, ഇനി പ്രാർത്ഥിക്കാൻ പോലും തോന്നണില്ല. അപ്പൊ വചനം പറയുക, അതിനാൽ തളർന്ന കൈകളെയും, പ്രാർത്ഥനയുടെ കരങ്ങളൊക്കെ ചുരുങ്ങിപ്പോയി, തളർന്ന കൈകളെയും ബലഹീനമായ കാൽമുട്ടുകളെയും, മുട്ടിന്മേൽ കരങ്ങൾ വിരിക്കാൻ തുടങ്ങിക്കോ, ബലഹീനമായ കാൽമുട്ടുകളെയും ശക്തിപ്പെടുത്തുവിൻ.